വിമത നീക്കവുമായി പടയൊരുക്കി മലപ്പുറം കോട്ടക്കലിലെ ഔദ്യോഗിക ലീഗ് നേതൃത്വത്തിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നഗരസഭ മുൻ ചെയർപേഴ്സൺ ബുഷ്ര ഷബീറും കൂടെയുള്ളവരും. എന്നാൽ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ ഭരണം നഷ്ടമായതിനു പിന്നിലെ കാരണം വിവരിക്കാനാകാതെയാണ് ലീഗ് മുനിസിപ്പൽ നേതൃത്വം പടിയിറങ്ങുന്നത്. അതേസമയം ഓരോ തവണയും തട്ടകം അരക്കിട്ടുറപ്പിച്ച് മുസ്ലിം ലീഗിന്റെ സർവാധിപത്യത്തിൽ തിളങ്ങി നിന്ന കോട്ടക്കലിൽ അട്ടിമറി ഭരണം നടത്തിയ CPM ഇപ്പോൾ സേഫ് കോർണറിലാണ്. റിപ്പോർട്ട്. ബുഷ്ര ഷബീർ നയിച്ചിരുന്ന ഭരണസമിതിയെ മികച്ച ഭരണമെന്നാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം വിശേഷിപ്പിച്ചിരുന്നത്. പിന്നെയെന്തിന് അധ്യക്ഷ സ്ഥാനത്തു നിന്നും ബുഷ്രയെ നീക്കം ചെയ്തതെന്ന അണികളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. പിന്നാലെ അധ്യക്ഷയ്ക്കൊപ്പം കൗൺസിൽ സ്ഥാനവും രാജിവെച്ച ബുഷ്ര ഷബീർ അരങ്ങിന് പിന്നിൽ നിന്നും കരുക്കൾ നീക്കി. ഒരു കാരണവുമില്ലാതെ തന്നെ അട്ടിമറിക്കാൻ നടത്തിയവർക്കെതിരെ രഹസ്യമായ നീക്കത്തിലൂടെയാണ് ഭരണം അട്ടിമറിച്ചത്. ഇതോടെ ഭരണം കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ചവർക്ക് കനത്ത തിരിച്ചടിയും നേരിട്ടു. രാജിവെച്ച ബുഷ്ര ഷബീർ അരങ്ങിനു പിന്നിൽ നിന്നും പടയൊരുക്കം നടത്തുകയായിരുന്നു. ഇനി രാഷ്ട്രീയത്തിലേക്കില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും ബുഷ്ര നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സംശുദ്ധമായ ഭരണത്തിന് വിലങ്ങിട്ടവർക്ക് സംസ്ഥാന നേതൃത്വം വ്യക്തമായ സന്ദേശം കൊടുത്തതിന്റെ ആശ്വാസത്തിലാണിവർ. കൂടെ നിന്നവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സംരക്ഷിക്കാനും കഴിഞ്ഞു. എന്നാൽ ഉരുക്കുകോട്ടയിൽ ഭരണം നഷ്ടമായതിന് പിന്നിലെ കാരണം വിവരിക്കാനാകാതെയാണ് ലീഗ് മുനിസിപ്പൽ നേതൃത്വം പടിയിറങ്ങിയത്. LDF പിന്തുണയോടെ വിമത നീക്കം നടത്തിയതാണ് നേതൃത്വത്തെ വെട്ടിലാക്കിയത്. പാർട്ടി വിപ്പ് ലംഘിച്ച് ഇടതുപക്ഷത്തിനൊപ്പം ഒരു വിഭാഗം മറുകണ്ഠം ചാടുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുകൂട്ടരും ഉന്നയിച്ചെങ്കിലും 14 പേരുടെ കൂടെയായിരുന്നു നേതൃത്വം നിന്നത്. ബുഷ്രയുടെ ഭാഗത്തിന്റെ പരാതികൾ കേൾക്കാനും തയ്യാറായില്ല. ഇതിനെല്ലാം പിന്നിൽ പ്രാദേശിക ലീഗ് നേതൃത്വമാണെന്ന രഹസ്യമായ സത്യം പരസ്യമായതോടെയാണ് പാർട്ടി വടിയെടുത്തു. 5 വർഷം നഗരസഭ ചെയർമാനായി മികച്ച ഭരണം കാഴ്ചവെച്ച KK നാസറിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരുന്നത്. ഇതേസമയം അരക്കിട്ടുറപ്പിച്ച മുസ്ലിം ലീഗിന്റെ തട്ടകമായ കോട്ടക്കലിൽ അട്ടിമറി ഭരണം നടത്തിയ CPM സേഫ് കോണിലാണ്. ലീഗിൽ പുകയുന്ന തീ ആളിക്കത്തിച്ച ഇടതുപക്ഷം 55 വർഷങ്ങൾക്ക് ശേഷമാണ് ഭരണം പിടിക്കുന്നത്. കൃത്യം 7 ദിവസമാണ് ഭരണം ലഭിച്ചതെങ്കിലും വിഭാഗീയത മുതലാക്കി ലീഗ് ഭരണസമിതിയെ അട്ടിമറിക്കുകയായിരുന്നു. ഒരിക്കലും ഇളകില്ലെന്ന് ഉറപ്പുണ്ടായിരുന്ന കോട്ടക്കലിൽ CPMന്റെ 9 പേരും വിമത വിഭാഗത്തിന് പിന്തുണ നൽകി. ഭരണസമിതി സ്ഥാനങ്ങളിൽ പങ്കാളികളാകാതെ പുറത്തുനിന്നുള്ള പിന്തുണ CPMന്റെ നേട്ടമായി മാറിയെന്നാണ് വിലയിരുത്തൽ. മലബാർ ടൈംസ്, കോട്ടക്കൽ.